ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഡ്രസ്സ്, സാരീസ് എല്ലാം ഒരു 3-4 സാരി ഉണ്ട്. അതൊക്കെ എപ്പോഴൊക്കെ എടുത്ത സാരിയാണ് എന്നൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് കുഞ്ഞാൻ്റെ ഡ്രസ്സൊക്കെ വയ്ക്കണം, നമ്മുടെ പൊന്നൂസിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. ഇടയിൽ കൂടെ ആൾ സംസാരിക്കുന്നുണ്ട്, പൊന്നൂസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഇടയിൽ വോയിസ് കേൾക്കുന്നത് കേട്ടോ. പിന്നെ അത് വന്നിട്ട് ഏട്ടൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ ഇത് എൻ്റെയാണ്. കാരണം എനിക്ക് കുറച്ചേ ഉള്ളൂ. ഞാൻ ഡെലിവറി ടൈമിൽ വീട്ടിൽ പോയതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് പാത്രങ്ങളൊക്കെയാണ് കേട്ടോ അതുള്ളത്. നമ്മുടെ പൊന്നൂസ് വന്നിട്ട് നല്ല കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ നോക്കുകയാണ്, ഹായ് പറയാനൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയ്ക്ക് ആയിട്ടില്ല, എന്നാലും നോക്കുകയാണ് ആൾ. ഇത് വന്നിട്ട് എൻ്റെ മാരേജിന് ചേച്ചിൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ വാങ്ങി തന്ന ഡ്രസ്സാണ്. ഇവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മളൊരു സാരി ഉടുത്ത് നിൽക്കുമല്ലോ, അപ്പോൾ ആ ഡ്രസ്സ് ഏട്ടൻ്റെ വകയായിരുന്നു, അതാണ് ഇട്ടത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഡ്രസ്സ്. ഇത് വന്നിട്ട് എൻ്റെ കെട്ട് സാരിയാണ് കേട്ടോ, കല്യാണ സാരിയാണ്. അതൊരു ഡാർക്ക് ഗ്രീനാണ്. ഇതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുള്ള സാരിയാണ്. ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. നല്ല വലിയ രീതിയിൽ വർക്കും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും സിമ്പിളായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. പക്ഷേ ഞാനത് കല്യാണത്തിന് മാത്രമാണ് ഈ സാരി ഉടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഉടുത്തിട്ടേ ഇല്ല. അപ്പം ജസ്റ്റ് ഒന്ന് നനയ്ക്ക് പോലും ചെയ്തില്ല, ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതുപോലെ മടക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴാണ് അത് എടുക്കുന്നത്. പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴാണ് നന്നായി വിരിച്ച് നോക്കുന്നത് കേട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. ഇതൊക്കെ ഉണ്ടോ, വർക്ക് കാര്യങ്ങൾ പറയാനൊന്നും വലിയ രീതിയിലില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അതുപോലെ തന്നെ റേറ്റ് ഉണ്ട് കേട്ടോ. സിമ്പിളാണെങ്കിലും നല്ല റേറ്റുള്ള സാരിയാണിത്. പിന്നെ ഞാൻ തലയിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ തലയിൽ തോർത്ത് കെട്ടിയിട്ടുണ്ട്, ഞാൻ അഴിച്ചിട്ടില്ല. ഞാൻ മുടിയിൽ വെള്ളം അങ്ങനെ ഉറ്റിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെയും ചുറ്റി വെച്ചു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും ചെയ്തില്ല, അല്ലെങ്കിൽ തോർത്തൊക്കെ മാറ്റാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇത് 4-ാം പുറപ്പടി, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള 4-ാം പുറപ്പടി സാരിയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ വന്നതിന് വിളിച്ചിട്ട് പോകുന്ന ഒരു ചടങ്ങുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ മാത്രമായിട്ടുള്ളൊരു ചടങ്ങാണോ എന്ന് എനിക്കറിയില്ല. ആ ചടങ്ങിന് വേണ്ടി എടുത്താണ്. പിന്നെ ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ഡെലിവറിക്ക് ഞാൻ 9-ാം മാസത്തിലാണ് പോയത്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ് ഈ സാരി. ഇത് ഇവിടുന്ന് അമ്മ, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡും കൂടി പോയിട്ട് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഈ സാരി. അതുപോലെ ഞാൻ ഡെലിവറി കഴിഞ്ഞ്, ഞാൻ 5-ാം മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞ് ഇവിടേക്ക് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരെ എടുത്തു വന്ന സാരിയാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള സാരിയാണ്, കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഇതിപ്പോൾ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും എടുത്തല്ലോ സാരിയൊക്കെ, അപ്പോൾ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി വെച്ചു കേട്ടോ, നീറ്റാക്കി വെച്ചു. എത്ര നീറ്റാക്കിയാലും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് വലിച്ചിടാറൊന്നുമില്ല, കാരണം ഫെയറാണ് സാരി ഉടുക്കുന്നത്. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വൃത്തികേടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബായ്.